ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇട്ടത്. അപ്പം ഞങ്ങൾ പൊള്ളാച്ചി വഴിയാണ് കേട്ടോ പോയത്. അപ്പം വഴിയിൽ കാണുന്ന പുളിമരങ്ങളാണ് കേട്ടോ, അപ്പുറത്തും ഇപ്പുറത്തും റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് കാണുന്ന പുളിമരങ്ങളാണ്. കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. രാവിലെ 5 മണിക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അപ്പം 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. അതൊക്കെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. പിന്നെന്താ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് ലൈക്ക് കൊടുക്കാനും ഒന്ന് കമൻറ്റ് ചെയ്താനൊന്നും മറക്കരുത്. അപ്പോൾ ലൈക്കൊക്കെ വളരെ കുറവാണ്, അതൊന്നും ആരും മടി വിചാരിക്കരുത് കേട്ടോ. വല്ല മൃഗത്തിനെയും കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ കാട്ടിൽ കൂടെ വന്നത്. പക്ഷെ ഒന്നിനെയും കണ്ടില്ല എന്ന് പറയാലോ. കണ്ടു, പക്ഷെ അങ്ങനെയല്ല. കുരങ്ങൻ അതൊക്കെ എപ്പോഴും കാണുന്നതല്ലേ. അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളിനെയൊക്കെ കണ്ടു എന്നല്ലാതെ വന്യമൃഗങ്ങളിനൊന്നും ഒന്നും കണ്ടില്ല കേട്ടോ. ഭയങ്കര സങ്കടമായി. കണ്ടിക്കണമെങ്കിലും സങ്കടമായി എന്നത് വേറെ കാര്യം. എന്നാലും കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. ആപത്തൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് കാണുക, അത് ആഗ്രഹിച്ചു. അപ്പം ഞങ്ങളിവിടെ സിപ്പ് ലൈനിന്ന് കണ്ടപ്പോൾ എന്നാൽ സിപ്പ് ലൈനൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും വീഡിയോയിൽ. അപ്പോൾ ഇപ്പോൾ പോകൂല എന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പം എല്ലാം നിർത്തി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോയി. അതൊരു മലയണ്ണ ഇതായിരിക്കണല്ലേ. ആ ഗ്ലാസ് കത്തി പറഞ്ഞ ബുക്കു ഇവനൊരു മലയണ്ണ. അതെ, ഇത്ര കിട്ടുന്നു തോന്നി. അങ്ങനെ മലയണ്ണാനെയൊക്കെ കണ്ട് ഞങ്ങൾ ഉച്ചയായപ്പോൾ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ നിർത്തിയിട്ടോ. ഇവിടെ ഒരു ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു വീട്ടിലെ ഊണ് റൂംസും ഉണ്ടെന്നാണ് കാണിക്കണത്. അപ്പോൾ നല്ലൊരു അന്തരീക്ഷം കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ കയറി. നല്ല അടിപൊളി സെറ്റപ്പ്, നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ്. ഇങ്ങനെ ഓലോണ്ടൊക്കെ നിറച്ച് കുരങ്ങന്മാർ അപ്പുറത്തും ഇപ്പുറത്തുണ്ട്. ആകെ പേടി എന്തെങ്കിലുമൊക്കെ വന്ന് കൈയിട്ട് മാന്തോന്നൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല വൃത്തിയുണ്ട്, നല്ല അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. പിന്നെ ഫുഡൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഫോണിൽ ചാർജ് എന്ന് പറയണതില്ലാതെ അവിടെ കുത്തി വെച്ചിരിക്കുന്നു. ഫുഡ് ഒരു രസം, പിന്നെ മീന് പൊരിച്ചത്, തോരൻ, തൈര്, അച്ചാർ, അങ്ങനെ മീൻകറി. അങ്ങനെ പിന്നെ ഞങ്ങള് ഒരു ജീപ്പ് സവാരി, ട്രക്കിങ്, അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ പോവാണ് കേട്ടോ. മോഡൽ അല്ലേ? ഹോട്ടലിന്റെ തന്നെ
കോടമഞ്ഞുണ്ട് കേട്ടോ, നോക്കി നോക്കുക, നല്ല കോടമഞ്ഞ, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഈ ഓട്ടോറിക്ഷ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് റോഡ്, നല്ല കോടമഞ്ഞാണ്. അങ്ങനെ ഓഫ് റോഡ് എത്താനായിക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ സ്ഥലങ്ങളൊക്കെ. പക്ഷെ ഇതൊക്കെ വീഡിയോ എന്താ പറയുക, നമ്മൾ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോൾ കുറച്ച് മനസ്സിലാവുമോന്ന് അറിയില്ല. അങ്ങനെ ജീപ്പിൽ പോകുകയാണെന്ന് അറിയണല്ലോ. ഇപ്പൊ എന്താ ഒരു മാർഗം, ഉള്ളിൽ നിന്ന് എടുത്ത് അങ്ങനെ തന്നെയല്ലേ കിട്ടുള്ളൂ. എന്നാലും അടിപൊളിയായിക്കണം കേട്ടോ സംഭവം. അതാണ് മുനിയാറാട്ടോ, മുനിമാരി ഇരിക്കണ സ്ഥലം. എങ്ങട് അത് വഴിക്കാ പോയി. ആർക്ക് സൂമാണേ അത് പോവാ. ഇവരൊക്കെ ചാലാക്കിന്റെ വണ്ടി നിർത്തി നോക്ക്. ഒന്ന് തിന്നിയാല് കാര്യം തിരുമാനോ. Hai guys, kayaknya nggak punya kepada Halo guys. മക്കളപ്പോൾ ടൂർ പോന്ന ഐസ് അങ്ങനെ ഞങ്ങൾ ഐസ് കട്ടേ ഐസ് കട്ടേക്കാനല്ലേ കൊണ്ടുവന്നേ. ഇതെവിടെ സ്ഥലം എന്നറിയില്ല, ജീപ്പിൽ പോയത് കാരണം അവരെങ്ങോട്ടൊക്കെയോ കൊണ്ടുപോയി. പക്ഷെ എന്നാലും നമ്മൾ ആദ്യം നിന്ന മുനിയറയെന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ, അത്ര മാത്രമേ അറിയുള്ളൂ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, വെള്ളച്ചാട്ടമൊക്കെ നല്ല അടിപൊളി കിടുക്കാച്ചി വെള്ളച്ചാട്ടം.
പിന്നെ ഞങ്ങള് ശർക്കര ഉണ്ടാക്കണ ഒരു സ്ഥലത്തോട്ടാട്ടോ പോയത്. ഇതിന്റെ പേര് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളൊരു പാക്കറ്റ് മേടിച്ചു. ഇത് ഉണ്ടാക്കണതൊക്കെ ലൈവായിട്ട് കാണാൻ പറ്റൂട്ടോ. പിന്നെ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ പോണ വഴി ഒരു സിപ്പ് ലൈനിന്റെ കണ്ടു. അപ്പൊ പിന്നെ സിപ്പ് ലൈനിൽ കയറാം. ഞാനും മോളും മാത്രമേ സിപ്പ് ലൈനിൽ കയറുന്നുള്ളൂ കേട്ടോ. ഇത് കണ്ടോ ട്രീ ഹൗസ്? പിന്നെ ഞങ്ങൾ വന്നത് ഭ്രമരം വ്യൂ പോയിന്റിലോട്ടാണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടെ. നേരിട്ട് കാണാമായിരുന്നു എങ്ങനെ ഉണ്ടാക്കി തുടങ്ങുന്നത്. ഇനി 1 മാസമാകും ആ പുല്ല് കടന്നു വരണം. ഇതെന്താ ഫ്രഷ് ഫുട്ടാ? ഫാഷൻ ഫുഡ്, നല്ല മധുരമുള്ള ഫാഷൻ ഫുഡ്. ഫാഷൻ ഫുഡ് ഇത് നിങ്ങളുടെ നാട്ടിലുള്ള ഫാഷൻ ഫുഡ് അല്ല. എടാ എന്റെ പോക്കറ്റിൽ നിന്ന് വീണപ്പോ 2 നോട്ട് വീണു. അതിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് എനിക്ക് തന്നിക്ക. ഞാൻ അതൊക്കെ കണ്ടോണ്ടിരിക്കുന്നു. പിന്നെ സ്ട്രോബെറി ചെടികൾ കാണാൻ വന്നു. പക്ഷെ അതൊക്കെ കുഞ്ഞു തൈകളായിരുന്നു കേട്ടോ. അത് കാരണം വലിയ ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് പോയി കേട്ടോ. സ്ട്രോബെറി തോട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ റൂമിലോട്ടാണ് കേട്ടോ പോയത്. പിന്നെ 2ാമത്തെ ദിവസത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ ആദ്യം പോയത് ചായ കുടിക്കാനാണ്. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കണ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. എന്താ പറയുക, ആദ്യം എണ്ണക്കടിയും ചായയും കുടിച്ചു. പിന്നെ പൂരി, പൊറോട്ട, ദോശ ഇതൊക്കെ കഴിച്ചു. ഞങ്ങൾ അങ്ങനെ വീഡിയോസ് കാര്യമായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. ഈ ഭക്ഷണം കഴിക്കണതിൻ്റെ ഒന്നും വീഡിയോസ് ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഫോണ് അപ്പോഴായിരിക്കും ചാർജ് ചെയ്തിടുക. പിന്നെ റൂമിലാവുമ്പോഴൊക്കെയാണ് ചാർജ് ചെയ്തിടുക. നമുക്കല്ലാതെ തന്നെ വീഡിയോ പിടിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ എന്താ പറയുക വ്യൂ പോയിന്റിൽ നിർത്തി. നല്ല ഭംഗിയായിട്ടോ തേയിലത്തോട്ടം ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിർത്തി. ചെരുപ്പിടാല്ലേ? മുള്ളു കമ്പി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് എരവികുളം നാഷണൽ പാർക്കിലോട്ടാണ് കേട്ടോ. നല്ല അടിപൊളി കാഴ്ചകളാണ് അവിടെ നമ്മളെ കാത്തിരിക്കണത്. പിന്നെ നല്ല തിരക്കുള്ള സമയത്താണ് കേട്ടോ ഞങ്ങൾ ചെന്നത്. അതാണ് ഒരു സങ്കടം ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴത്തേനൊക്കെ ഒരു ഈച്ച കുഞ്ഞു പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ആകെ സങ്കടമായി. ഒരു ഉച്ച 2 മണി ടൈമിലൊക്കെ പോകുകയാണെങ്കിൽ ആരും ഉണ്ടാവില്ല കേട്ടോ.
അതിന് തൊണ്ടട്ടോ നല്ല പോസിൽ നിന്നിരുന്നുണ്ട്. അത് കൂടുതലായിട്ടുള്ളത് മലേഷ്യ, ചൈന ആൻഡ് ഇന്ത്യ, ടെമ്പറേച്ചർ ഹിമാലയാസ് ആൻഡ് സൗത്ത് ഇന്ത്യ, അതായത് തണുപ്പുള്ള ഏരിയയിൽ മാത്രം. ഒരു ടൈമിൽ മൊത്തത്തിൽ പൂക്കും. നല്ല ബുക്ക് അല്ലേ? നിങ്ങളെവിടെ സ്ഥലം? ഞങ്ങൾ മലപ്പുറം. എവിടെ? മലപ്പുറം. സുധീർ പറയും. ഹലോ. ലോഡുണ്ട്. പിന്നെ ഒരു ഫോട്ടോ എടുത്ത എന്ത് സ്വഭാവം ഇപ്പൊ എടുത്തരും. എന്നാ ചെറുത് കിട്ടോ. എന്താണ് അത് സ്പീഡ്? ഒരു സ്പീഡില്ലാത്ത ബോട്ട് എല്ലാം പോകും. മാട്ടുപ്പെട്ടി ഡാമിലോട്ട് പോവാൻ വേണ്ടിയിട്ട് നിന്നു. പക്ഷേ മോള് പറഞ്ഞു കുണ്ടറ ഡാമിൽ പോയാൽ മതിയെന്ന്. അപ്പോൾ സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നു കേട്ടോ മാട്ടുപ്പെട്ടി ഡാമിൽ. അപ്പോൾ കുണ്ടറ ഡാമിലും സ്പീഡ് ബോട്ട് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ സ്പീഡ് ബോട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്താ പറയുക, ഹോഴ്സ് റൈഡിങ്ങിനായിട്ട് പോവുകയാണിത്. അപ്പോൾ ഞാൻ ഹോഴ്സ് റൈഡ് ചെയ്യണത് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞങ്ങൾ കുറച്ച് പർച്ചേസിങ് ഒക്കെ നടത്തി ഞങ്ങൾ പിന്നെ തിരിച്ചു വീട്ടിൽ പോയി.
അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബായ്.